എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വരും. ഒന്നുമില്ല. അതെ, ഇന്ന് എങ്ങനെയാ ഫുഡ് എല്ലാം നല്ല രീതിയിൽ കാണോ? ഫുഡൊക്കെ എങ്ങനെ? ഫുഡ് തുടങ്ങിയിരിക്കുന്നു. പൊതുവെ എങ്ങനെ? ഇന്ന് നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. നമ്മളെ ആശ്രമത്തെ ഈ പായസമൊക്കെ ഫേമസ് എന്ന് പറയുന്നത് ഉള്ളതാണോ? ആശ്രമ ക്ഷേത്രത്തില് നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നല്ല നമ്മളെ ആശ്രമം ക്ഷേത്രത്തില് ഫുഡ് കഴിക്കാൻ അന്നദാനം കൊല്ലം പൂരത്തോടനുബന്ധിച്ചിട്ട് 9 ദിവസം അന്നദാനമുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു ക്യൂ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇന്നലേക്കാണെങ്കിൽ ഇതിനെയും കാട്ടി വലിയ ക്യൂ ഉണ്ടായിരുന്നു. തിരക്ക് ഉണ്ട്. വലിയ രീതിയിലുള്ള ഒരു ക്യൂ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ വലിയ ഒരു ലോങ് ക്യൂ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് സംഭവം ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ മിഥുൻ സാറും ഉണ്ട്. മിഥുൻ സാറ് ഇന്ന് എന്ത് പായസം അപ്പൂപ്പ സ്പെഷ്യല്? ഉണ്ടില്ല അപ്പൂപ്പ, ഉണ്ടില്ല. നമ്മൾ പാത്രം മേടിച്ചിട്ടുണ്ട്. ഇനി സംഭവം ഇവിടെ നിന്ന് ചോറ് പായസം ഏതെന്നുള്ള അറിഞ്ഞുകൂടാ. അപ്പൂപ്പൻ അച്ചാർ കുറച്ചും കൂടെ അച്ചാർ. ആ ഓക്കെ. പരിപ്പ്, ചോറ്, കൂട്ടുകറികൾ, സാമ്പാറില്ലല്ലേ, പായസം 1 സ്പൂണേ ഉള്ളൂ അല്ലേ? പായസം 1 സ്പൂണേ ഉള്ളൂ. ഓക്കെ, മിഥുൻ ഇതാ സംഭവം മേടിച്ചിട്ട് വരികയാണ്. കമോൺ മിഥുൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡിങ്സ് ഒക്കെ സംഭവം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെള്ളവും കൂടെ എടുത്തിട്ട് വേണം പോകേണ്ടത്. ഇതിന് ഒരു ഗ്ലാസ് വെള്ളം. ഓക്കെ, മിഥുന് 1 ഗ്ലാസ് വെള്ളം എനിക്കെടുത്ത് വെച്ച് വന്നു. മിഥുനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ നല്ല രീതിയിൽ ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സെക്കൻഡ് ടൈമാണ് ഈ വർഷം വരുന്നത്. ഇനിയും ഒരു 2 വരവും കൂടെ വരണം. അതോട്ട് വന്ന സമയത്ത് നോക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട്. കണ്ടോ, തിരക്കുണ്ടോ? മിഥുനെ ഇവിടെ ഉണ്ട്. ആ ഓക്കെ, പോയിക്കോ. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. മിഥുൻ സാർ ഇതോ പോവുകയാണ്. ആ ഓക്കെ, അവിടെ ഇരുന്നോ. അയ്യോ, വെള്ളം ചെയ്യും. ഓക്കെ, ഫുഡുണ്ട് മിഥുൻ? പരിപ്പ്, പപ്പടം, അവിയലുണ്ട്, തോരനുണ്ട്, പിന്നെ മാങ്ങ, സാമ്പാർ. പായസം ഏതാണ്? പായസം വെള്ളപ്പായസം. കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ വന്നപ്പം മിഥുനും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിർത്തുന്നില്ല. അതിനുണ്ട്, കൊള്ളാമോ? നല്ല ഫുഡ്. അപ്പം സാമ്പാറും പരിപ്പും കൂടെ ഉണ്ട്. കുറച്ച് സാമ്പാറും ബാക്കി കുറച്ച് കൂട്ടെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് ചേർത്തതിന് ശേഷം അച്ചാർ ഒരു ലക്ഷം. എനിക്ക് മാങ്ങ അച്ചാറാണ് ഇഷ്ടപ്പെട്ട അച്ചാറാണ്. കഴിച്ച് ഏകദേശം ആയിട്ടുണ്ട്. ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അതിന് മുമ്പുള്ള ഒരു ദിവസം വന്നപ്പോൾ ചോറൊക്കെ നല്ല രീതിയിൽ വെന്തായിരുന്നു. പക്ഷേ ഇന്ന് സംഭവം കൊള്ളാം. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കേണ്ടത്. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? പായസം എങ്ങനെ ഉണ്ടായിരുന്നു? പായസം നല്ലായിരുന്നു. ഇന്നലേക്ക് വന്നായിരുന്നു? അത് ആദ്യമായിട്ടാണ് വരുന്നത്? ഇന്നലെ വന്നായിരുന്നു? എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വരും. ഓക്കെ. എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? രണ്ടാമത്തെ പ്രാവശ്യമാണ് മേടിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് മേടിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവം? ഇതിൽ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? ഇങ്ങോട്ട് നോക്കി. പുളിശ്ശേരിയും രസവും ഏറ്റവും കൂടുതൽ ഇഷ്ടം. പായസം എങ്ങനെയുണ്ട്? പായസം തൊട്ടില്ല. ഇന്നിപ്പോ എത്ര പേര് വന്നിട്ടുണ്ടായിരിക്കും ടോട്ടൽ? എല്ലാം കൂടെ 2,000 പേര് കാണും. 2,000 പേരുണ്ട്. വിഷുവിന്റെ അന്നൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മള് രസവും മോരും എല്ലാം കൂടെ ചേർത്തിട്ട്
രണ്ടാമത്തെ സ്റ്റെപ്പിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് രണ്ടാമത്തേൽ നമ്മൾ മോര് കൂട്ടി കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? മോര് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ മോര് കൂട്ടി കഴിക്കാറുണ്ടോ? മറ്റേ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. ഓക്കെ, കഴിച്ച് തീരാറായി. ഒരു പ്രാവശ്യം കൂടെ വാങ്ങിക്കണമെന്നുണ്ടോ? വേണ്ട, മതി, വയറാറ്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇതാ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ പാത്രം കഴിയലുണ്ട്. വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് കഴിവിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കണം. ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവർ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ കഴിയും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് സംഭവം? നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. പിന്നെ വേറെ ആരെങ്കിലും വരുമോ കഴിവ്? വേറെ ആരെങ്കിലും കഴിയും എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പേര് സംഭവം ഭക്ഷണം കഴിക്കാൻ വരും. അതുകൊണ്ട് നമ്മൾ തന്നെ ചെറിയ രീതിയിൽ കഴുകി വെക്കണം. ഓക്കെ, പാത്രം കഴിയുന്നതിന് ശേഷം ഇവിടെ ലാസ്റ്റത്തെ ഒരു പ്രാവശ്യം കൂടെ വാഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ട് കൊടുക്കണം. ഇതുപോലെ